നമുക്കിന്നൊരു ഗ്രീൻ പീസ് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാൻ ദാണ്ടേ ഇന്നലെ രാത്രിയിലെ ശകലം ഗ്രീൻ പീസ് എടുത്ത് കുതിരാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണേ. ഇപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്ക് അത് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകി കുക്കറിൻ്റെ അകത്ത് വേവിക്കാൻ വെക്കാമേ. അര സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാമേ. പിന്നെ അത് കഴിഞ്ഞ് 2 ഗ്രാമ്പൂ, ആവശ്യത്തിന് ഉപ്പ്. പൊടി, ഗ്രാമ്പൂ, ഉപ്പ് ഇതെല്ലാം ഗ്രീൻ പീസിനകത്ത് ഇട്ടതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് 1-2 ഫിസിൽ അടിക്കുന്നവരെ മതി. ഗ്രീൻ പീസ് പെട്ടെന്ന് വേകുന്നതായിട്ടാണ് അധികം ഫിസിലിൻ്റെ ആവശ്യം ഇല്ല. ഗ്രീൻ പീസ് അവിടെ ഇരുന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഗ്രീൻ പീസിൻ്റെ അകത്ത് മസാല തയ്യാറാക്കാം. മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ക്യാരറ്റ് ഒരെണ്ണം, സവാള, ഒരിതള് നമ്മുടെ വെളുത്തുള്ളി, ഈ കൂട്ടത്തിൽ തന്നെ ഉരുളക്കിഴങ്ങും ചേർക്കാം, ബീൻസും ചേർക്കാം. ഞാൻ ഉരുളക്കിഴങ്ങും ബീൻസും അധികം ചേർക്കാറില്ല, അതുകൊണ്ടാണ്. ഒരു 3 പച്ചമുളക്, എരിയുടെ അനുസരിച്ചാണ്. ഞാനിവിടെ 3 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. ഇത് ഇത്രയും നമുക്ക് വൃത്തിയായി കഴുകി അരിഞ്ഞ് എടുത്തിട്ട് വരാം. അതുകൊണ്ട് എല്ലാം അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി ചൂടാക്കാൻ വെക്കാം. ചട്ടി ചൂടായി വന്നു. നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാമേ. ഇനി അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി പച്ചമുളക്. വെളുത്തുള്ളിയും പച്ചമുളകും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാരറ്റും സവാളയും ഇതിലോട്ട് ചേർക്കുക. ഇന്ന് ചെറുതായിട്ട് എല്ലാം കൂടെ ഇളക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഗ്രീൻ പീസ് ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. മഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചപ്പോൾ ശകലം ഉപ്പിട്ടായിരുന്നു, അതനുസരിച്ച് ഉപ്പിടാവുള്ളൂ. ഇതൊന്ന് ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് കിടന്ന് വഴഞ്ഞു വരാൻ വേണ്ടി മാത്രം ആണ് ഞാൻ ശകലമേ ചേർത്തിട്ടുള്ളൂ ഉപ്പ്. ശകലം മഞ്ഞൾപ്പൊടി, ശകലം കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. മസാലക്കൂട്ടിലേക്ക് നമുക്കിനി വേവിച്ച് വെച്ചേക്കുന്ന ഗ്രീൻ പീസ് ചേർക്കാം. ഗ്രീൻ പീസ് മസാലയുമായി നല്ലപോലെ കിടന്ന് വേവട്ട്. വെന്ത് വരുമ്പോൾ നമുക്ക് ഇതൊരു അരമുറി തേങ്ങയുടെ പാലാണ്, കട്ടിപ്പാലാണ്. ഇത് ഗ്രീൻ പീസിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം ഇട്ട് തിളപ്പിക്കല്ലേ. ജസ്റ്റ് ഒരു ചെറുതായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ അന്നേരം ഗ്യാസ് ഓഫ് ചെയ്തോണം. അവസാനം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. അടിപൊളി തേങ്ങാപ്പാലൊഴിച്ച ഗ്രീൻ പീസ് കറി റെഡിയായി. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഇനിയൊരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു.